ഇന്ന് ഡേ 2 നമ്മുടെ തലേന്നത്തെ കാരവൻ സ്റ്റേ ഒക്കെ നൈസായിരുന്നു. നമ്മളിത് ചെക്കൗട്ട് ചെയ്തു ഇറങ്ങി. ഇന്ന് ഇവിടെ ഹൈലൻഡ്സ് കവർ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. പക്ഷെ ഇവിടെ എപ്പോഴുമുള്ള ഒരു പ്രശ്നമാണ് ഈ മഴ എപ്പോഴാണ് വരണതെന്ന് നമുക്കറിയില്ല. ഈ വെതർ ചേഞ്ച് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ഫുൾ മഴയാണ് കാണിക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ രണ്ടും കൽപ്പിച്ച് പോകാനായിട്ട് ഇറങ്ങിയേക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം പണി പാളിയെന്ന് മനസ്സിലായി. നല്ല മഴ തന്നെയാണ്. പക്ഷെ നമ്മൾ വെച്ച കാലം പുറകോട്ടില്ല എന്ന് വെച്ച് നമ്മൾ ഹൈലൻഡ്സിലോട്ട് വെച്ച് പിടിക്കുക തന്നെയാണ് കേട്ടോ. ഇപ്പോഴും നല്ല മഴയുണ്ട്. നമ്മൾ ആക്ച്വലി ഇന്ന് മറ്റേ ഹാരി പോട്ടറിൻ്റെ ആ ട്രെയിൻ പാസ് ചെയ്യുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, അതെ ഏതാണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കുന്നത്, അതൊക്കെ ഇന്ന് ക്ലോസ്ഡായി. ബാഡ് വെതർ കാരണം അവിടെ നിന്ന് നമുക്കൊന്നും പോകാൻ പറ്റണില്ല. ഓപ്ഷൻ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഹൈലാൻഡ്സ് ഡ്രൈവ് ചെയ്ത് പോയിട്ട് മഴയിൽ ഹൈലാൻഡ്സ് എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടിട്ട് വരാമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്താണേലും നല്ല കാറ്റും മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ആയിരുന്നില്ല ഇന്നത്തെ ഡേ പോയത്. പക്ഷേ മഴയത്ത് ഞങ്ങൾ കണ്ട ഹൈലാൻഡ്സ് ഇങ്ങനെയായിരുന്നു. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. കാർമേഘമൊഴിഞ്ഞു, പൂമെല്ലെ വിരിഞ്ഞു, കാറ്റാകെ നീ മൂളുന്നൊരീണമോ, കാറ്റുപോലെന്നെ മൂടണേ, വഴിയോര നേരങ്ങളേറണേ, ദൂരെ ദൂരങ്ങൾ നിന്നെയും കേടണേ. ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്.
കണ്ട് നമ്മൾ ഹൈലാൻഡ്സിന് പഴയ ഇറങ്ങിട്ടോ നമ്മൾ ഒരു സർവീസിൽ നിർത്തിക്കാം ഫുഡ് അടിക്കാൻ വേണ്ടി. സ്കോട്ട്ലൻഡിൽ വന്നേക്കുന്ന സെക്കൻഡ് ഡേ ആട്ടോ ഇന്ന്. നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു, ആക്ച്വലി കുറേ ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വെതർ ഭയങ്കര മോശമാണ്, നല്ല മഴയും കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് കുറേയൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സർവീസിൽ നിർത്തിയേക്കാം. ഒരു കുഞ്ഞൊരു ടൗൺ പോലത്തെ ഏരിയ കണ്ടപ്പോൾ ഹൈലാൻഡ്സിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇവിടെ നിർത്തിയത് എസ്രക്കുട്ടിയുടെ ബർത്ത്ഡേ എന്നാണ്. അപ്പം കേക്ക് മേടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. 3 ഷോപ്പിൽ കയറി കിട്ടിയിട്ടില്ല. ഇനി അടുത്ത ഷോപ്പിൽ അവരെല്ലാവരും കൂടെ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുമോ കിട്ടില്ലോ എന്നറിയില്ല. അപ്പോൾ നാളത്തെ പ്ലാൻ എന്താകുമെന്ന് നമുക്ക് വലിയൊരു പിടിയില്ല. ഓ ഓ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ലേബർ റൂമിലാണ്. തൃശ്ശൂർ മദർ ഹോസ്പിറ്റലായിരുന്നു ഞാൻ എസ്രക്കുട്ടീനെ ഡെലിവറി ചെയ്തു. എങ്ങനെ മൂക്കൊണ്ട് ചിരിക്കുക, എസ്രക്കുട്ടിക്ക് ഒരു മൂക്കൊണ്ട് ചിരിയുണ്ട്. ചില സമയത്ത് നമ്മളെ അങ്ങനെ ചിരിച്ച് നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കും അല്ലേ കൂട്ടാ. അങ്ങനെ ടെസ്കോന്നൊരു ചെറിയ കേക്കും കുറച്ച് ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ ഒപ്പിച്ച് ഞങ്ങൾ ഇന്നത്തെ സ്റ്റേയിൽ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഈ പോകുന്ന വഴി കാണുമ്പോൾ UK ആണോ നാടാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വഴിയാണ്. നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ ഉള്ള വഴികൾ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ വെയിൽസിൽ സ്നോഡോണിയയിൽ പോയപ്പോൾ കണ്ട കുറച്ച് വഴികളുടെയൊക്കെ പോലെ തോന്നി. അങ്ങനെ നമ്മൾ സ്റ്റിൽ മഴയുണ്ട് കേട്ടോ, പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ മഴയുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ ഇന്നും ബുക്ക് ചെയ്തേക്കുന്ന Airbnb തന്നെയാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്തേക്കുന്ന ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് പോലെ ഇരിക്കും അതിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമുക്കിനി അവിടേക്ക് ഒന്ന് പോയി നോക്കാം. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ. ചിറാപുഞ്ചി അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ അക്കോമഡേഷൻ. നല്ല ക്വയറ്റായിട്ടുള്ളൊരു ലൊക്കേഷനായിരുന്നേ. നേരെ ലേക്ക് വ്യൂ ആണ്. ഇവിടുന്ന് ലിവിങ് റൂമിൽ നിന്ന് നേരെ ലേക്ക് വ്യൂ നമുക്ക് കാണുന്നത്. ഇവിടെ സ്കോട്ടിഷിലെ ലേക്കിന് ലോക്ക് എന്നാണ് പറയുന്നത്, LOCH ലോക്ക് എന്നാണ് പറയുന്നത്. പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഒരു ലിവിങ് റൂം, ഒരു കിച്ചൺ, അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള 2 ബെഡ്റൂംസ്. ഒന്ന് ഒരു ഡബിൾ ബെഡ്റൂമാണ് ആൻഡ് ഒന്ന് ഒരു ട്രിപ്പിൾ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആയിരുന്നു കേട്ടോ, നല്ല കോസി ആയിട്ടുള്ള. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയപ്പോൾ തൊട്ടേ നമ്മൾ യൂഷ്വലി ഈ വീടൊക്കെ ഒത്തിരി നാൾ അടച്ചിടുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. ഒരു നല്ലൊരു സ്റ്റേ ആയിരിക്കില്ല എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ ആക്ച്വലി ചെറിയൊരു പ്രേതാലയ സെറ്റപ്പ് ഉണ്ട്. എനിക്കെന്തൊരു മൊത്തത്തിൽ എന്തോ ഒരു പന്തികയുടെ ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. ഒരു പഴയ ബ്രിട്ടീഷ് ഒരു അപ്പാർട്ട്മെൻറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തോളൂ. നമുക്ക് നോക്കാം. ഇതിന് പുറത്തോട്ടൊക്കെ നല്ല വ്യൂ ആണ്. ഒരു ബീച്ച് എന്താ വെച്ചാൽ ബീച്ചല്ല, റിസർവോയർ. പുറത്തേക്ക് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അകത്ത് പക്ഷെ എന്തോ ഒരു നിഗൂഢത ഫീൽ ഉണ്ട്. നമുക്ക് നോക്കാം സ്റ്റേ എങ്ങനെയുണ്ട്. ഇനി നാളെ രാവിലെ പറയാം.